പാലക്കാട് സ്റ്റൈലിൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയല്ലോ. കിഡു ടേസ്റ്റ് ആട്ടോ. ചട്ടണിയോ മസാലയോ ഒന്നും വേണ്ട, ഇത് മാത്രം കൂട്ടി ദോശയ്ക്ക് ഇഡലിക്കും കഴിക്കാം. നിങ്ങൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഈ രണ്ടായിട്ടും ചേർക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ചേർക്കണം കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടുന്നത്. എന്തൊക്കെയാണെന്നായിട്ട് അറിയണ്ടേ? വീഡിയോയിലേക്ക് പോയാലോ. ഹായ്, നമ്മുടെ സോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇപ്പോൾ രാത്രി നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്, രാവിലെ തന്നെ നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ ദേ കണ്ടോ, മുറ്റത്തെ അവസ്ഥ കണ്ടോ, നിറയെ പ്ലാവിൽ വീണ് കിടക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ പ്ലാവും, പക്ഷെ ഇല നമ്മളുടെ ആയി പോയി. അപ്പൊ ഞാൻ ദേ ചട്ടിണി അരയ്ക്കാനേ നമ്മുടെ സ്വന്തം പച്ചമുളക് എടുക്കാന്ന് പറഞ്ഞിട്ട് പോന്നതാണ്. കുറെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പൊ കുറേയൊക്കെ പൊട്ടിച്ചു. അപ്പൊ ബാക്കി മൂക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. പിന്നെ നമ്മുടെ ചീനിമുളക് നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അങ്ങോട്ട് വലുതായി കിട്ടണില്ല. കാരണം എന്താ വെച്ചാൽ കാനലാണല്ലോ, ആ പ്ലാവിന്റെ ഫുള്ള് എന്താ പറയാ തണലത്താണ് നമ്മുടെ ഈ പച്ചമുളകൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് വലുതാവണില്ല. ഇലയുടെ മുകളിൽ ഞാൻ അന്ന് സ്പ്രേ ഒക്കെ അടിച്ച കാരണം പൂവ് കൊഴിയുന്നൊന്നുമില്ല, നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷെ മുളക് വലുതാവുന്നില്ല, തയ്യും അങ്ങോട്ട് ഒരു പുഷ്ടി വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വെളിച്ചം കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴേ മസാല ഉണ്ടാക്കാറുണ്ട്. ഇന്ന് മസാല ഉണ്ടാക്കാൻ പൊട്ടാറ്റോ ഇല്ല, അപ്പൊ വിചാരിച്ചു തക്കാളി ചട്നി ഉണ്ടാക്കാന്ന്. തക്കാളി ചട്നിക്കാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കൂടെ വിചാരിച്ചു. അതിന് ആവശ്യമുള്ള കുറച്ച് ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഉള്ളിക്ക് അനുസരിച്ചുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റം ഉണ്ട്, അതാണ് ഇഞ്ചി. ഇഞ്ചി ഞാൻ പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള എരിവിന് ചേർക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം അതിനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇടണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് അതാണ്. അടി കനമുള്ള ഒരു പാത്രം എടുക്കുക, അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മളുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റാം. നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഒന്ന് നടുമുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ പാലക്കാടുള്ളപ്പോൾ പഠിച്ചതാണ് കേട്ടോ ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇഡലിയുടെ ഒപ്പം ദോശയുടെ ഒപ്പം ഒക്കെ തക്കാളി ചട്നി കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ അവിടെ നിന്ന് പഠിച്ചെടുത്തതാട്ടോ. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ വീട്ടിലും അതുപോലെ ചേച്ചിയും അങ്ങനെ ബന്ധുക്കാരൊക്കെ എങ്ങനെ എൻ്റെ ചട്നി കഴിക്കുമ്പോൾ ഒത്തിരി പേര് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണുമെങ്കിലും ചെയ്യാമല്ലോ. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറക്കും എപ്പോഴും. അപ്പോൾ അത് കാണുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തക്കാളി ചട്നി ആയിക്കോട്ടെ എന്ന് കരുതിയത്. ഉള്ളി നന്നായി വഴന്നു വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ഉള്ളി വഴന്ന് വരണേറ്റ് മുമ്പ് തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി അത്ര മൂക്കില്ല, അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടില്ല. ഉള്ളി നന്നായി കുഴഞ്ഞും ഒരു ബ്രൗൺ കളറൊക്കെ ആണ് ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. തക്കാളി പിന്നെ വേഗം ഇതേപോലെ വഴന്ന് കിട്ടുമല്ലോ. അപ്പം നമ്മളുടെ തക്കാളി ചമ്മന്തിക്കുള്ള എല്ലാം റെഡിയായി വഴന്ന് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിലേ തക്കാളി ഇടുന്ന സമയത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ചട്ടണി കടുക് വറക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ്. മല്ലിയിലയും കൂടെ ഉണ്ടാവണം കേട്ടോ, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തക്കാളി ചട്നിക്ക്. അപ്പം ഞാൻ ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം കൂട്ടി അരയ്ക്കണമെന്ന് വെച്ചാൽ അങ്ങനെ അരയ്ക്കാം, അതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് മസാല ഇല്ലാത്ത കാരണം തക്കാളി ചമ്മന്തിയും തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും കഴിക്കാം. മുമ്പ് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചർമാരും കുട്ടികളൊക്കെ കൊണ്ടുവരും ഈ ഒരു ഐറ്റമാണ്. ഇഡലിക്കാണെങ്കിൽ ദോശയ്ക്കാണെങ്കിൽ ഇതേപോലെ തക്കാളി ചമ്മന്തി മാത്രമേ കൊണ്ടുവരുള്ളൂ. അതുകൂടി ഇത്രയും ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ അത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കടുകും വറ്റൽമുളകും പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുക? ചിലർ ഇഞ്ചി ഇടില്ല, ചിലർ വെളുത്തുള്ളി ഇടില്ല. പക്ഷെ ഇത് രണ്ടും ഇട്ട് നോക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തക്കാളി ചമ്മന്തിക്ക്. ഇന്ന് എന്തൊക്കെയാണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ്? അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഞ്ചി ഇടാൻ മറക്കരുത്. ഇഞ്ചിയും മല്ലിയിലയും പാലക്കാട് ഉണ്ടെന്ന് വെച്ചാൽ മല്ലിയില എപ്പോഴും സ്റ്റോക്കാ. ഇവിടെ ആയ കാരണം മല്ലിയില അധികം ഇരിക്കൂല, കടയിൽ നമ്മൾ ഇച്ചിരി വൈകി പോയാൽ കിട്ടത്തുമില്ല. അപ്പൊ പാലക്കാടിന്റെ ഗുണം അതൊന്ന് വേറെ തന്നെയാണ്. നമ്മളുടെ ഈ ദോശ ഇഡലി ഇങ്ങനത്തെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പാലക്കാടിനെ വെല്ലാൻ ആരുമില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ആണ്. ഉടുപ്പി സ്റ്റൈൽ വേണോ എന്ത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് പാലക്കാട് കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മളെ തക്കാളി ചമ്മന്തിയും തേങ്ങ ചട്നിയും കൂടിയിട്ട് നല്ലൊരു പ്ലെയിൻ റോസ്റ്റ് കഴിച്ചാലോ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
തേങ്ങ ഇല്ലെങ്കിലും പൊട്ടാറ്റോ ഇല്ലെങ്കിലും ഈ തക്കാളി ചമ്മന്തി മാത്രം മതി നമുക്ക് ദോശ ഇഡലിയൊക്കെ കഴിക്കാൻ. ഇവിടെ ഉണ്ടാക്കിയത് നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഏട്ടന് ഏതെങ്കിലും 2 കറി മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ഐറ്റം ഉണ്ടാക്കിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.